ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഡേ 2 ഇന്നലെ അവസാനിച്ചപ്പോൾ ഇന്ത്യ 2ാം ഇന്നിംഗ്സിൽ 75-ന് 2 എന്ന നിലയിലാണ് നിൽക്കുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ 224-ന് ഇന്ത്യ ഇന്നലെ പുറത്തായപ്പോൾ മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 247-ന് പുറത്തായി. ക്രൗളി ഡക്കറ്റ് ജോഡി തുടക്കത്തിൽ ബാറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇംഗ്ലണ്ട് വൻ സ്കോർ നേടുമെന്ന് തോന്നിച്ചുവെങ്കിലും ആ പാർട്ണർഷിപ്പ് പൊളിഞ്ഞതോടെ പിന്നെ വിക്കറ്റ് വീഴാൻ തുടങ്ങി. 70 റൺസിനാണ് അവസാനം 7 വിക്കറ്റ് വീണത്. കൃഷ്ണ, സിറാജ് എന്നിവർ 4 വിക്കറ്റ് വീതം വീഴ്ത്തി. ഈ സീരീസിൽ സിറാജ് എടുത്ത വർക്കിലോട് കമന്റബിൾ ആണ്. എല്ലാ കളിയിലും ചത്ത് പന്തെറിയുന്നുണ്ടായിരുന്നു സിറാജ്. അത് ഇന്നലെയും കണ്ടു. മറുപടി ബാറ്റിംഗിൽ ജയ്സ്വാളിന്റെ 50യുടെ പിൻബലത്തിലാണ് ഇന്ത്യ 75-ലെത്തിയിരിക്കുന്നത്. ഈ പരമ്പരയിൽ തന്നെ 5 ദിവസം തികയ്ക്കാൻ സാധ്യതയില്ലാത്ത ഒരേ ഒരു ടെസ്റ്റ് ഇതായിട്ടാണ് തോന്നുന്നത്. ഈ സീരീസിൽ തന്നെ കിട്ടിയ ബെസ്റ്റ് ബൗളിംഗ് കണ്ടീഷൻസ് ഈ ടെസ്റ്റിലാണ് ഉള്ളത്. അടുത്ത അപ്ഡേറ്റ് IPL ട്രേഡിംഗ് വിൻഡോയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് റൂമറുകൾ ട്രേഡിംഗ് റിലേറ്റഡ് ആയി പുറത്തു വരുന്നുണ്ട്. KL രാഹുലിന് വേണ്ടി KKR മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നതാണ് ഇതിലേറ്റവും പുതിയത്. എന്നാൽ ഇതിൽ KKR മാത്രമല്ല CSK കൂടി ഉണ്ട് എന്ന നിലയിൽ ന്യൂസ് കാണുന്നുണ്ട്. സഞ്ജു CSK ട്രേഡ് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് നിലവിൽ കാണുന്നത്. സഞ്ജുവിനെ വിടാൻ രാജസ്ഥാൻ അത്ര താല്പര്യം കാണിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് രാഹുലിന്റെ പേര് ട്രേഡിംഗ് ന്യൂസിലൊക്കെ കാണുന്നത്. ഇതും നടക്കാനുള്ള വലിയ ചാൻസ് കാണുന്നില്ല.